ജീവിതത്തിൽ നമ്മുടെ പ്രത്യാശ പോയി പോകുമ്പം, ഉതിർന്നു പോകുമ്പം, പ്രതീക്ഷകളെല്ലാം വിഫലമായി പോകുമ്പം നമ്മൾ ഓർക്കും ജീവിതം അമ്പേ ഒരു പരാജയമാണ്. പള്ളിയിൽ പോകുന്നവരാണെങ്കിലും നമ്മൾ ഓർക്കും ഇവിടം കൊണ്ട് നിർത്താം, മതിയായി, ഇനി പ്രതീക്ഷിക്കാൻ യാതൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് വേദപുസ്തകം പറയുന്നു, ഇനിയും നിനക്ക് പ്രതീക്ഷിക്കാൻ ചിലതുണ്ട്, ഇനിയും നിനക്ക് തരാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു അനുഗ്രഹം ബാക്കിയുണ്ട്. ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് എൽദോ നോമ്പ് കാലഘട്ടം എന്നുള്ളതാണ്. സീസൺ ഓഫ് അനൗൺസിയേഷൻ, അറിയിപ്പ് കാലം. നോമ്പുള്ളവരൊക്കെ ഇന്ന് കൈവക്കിക്കേ. എനിക്കൊരു ശകല അസൂയ ഇവിടുത്തെ അച്ഛന്മാരോട് തോന്നുന്നു കേട്ടോ. ഞാനിവിടെ ഞങ്ങളുടെ സഭയിലെ പള്ളികളിൽ പോയിട്ട് ഇത്രയും പേരെ ഒന്നും കണ്ടില്ല. സത്യമാണോ പറഞ്ഞേ? ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരുപാട് മനുഷ്യരെ വേദപുസ്തകത്തിൽ പരിചയപ്പെടുന്നുണ്ട്. അതിലും ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പുരോഹിതൻ സക്കറിയ പുരോഹിതനാണ്. ഒരു സീനിയർ കോറെപ്പിസ്കോപ്പായാണ് സക്കറിയ പുരോഹിതൻ. കൊച്ചമ്മയും അമ്മായിയും നല്ലൊരാളാണ്. അതുകൊണ്ട് തന്നെയാണ് വേദപുസ്തകം അവരെക്കുറിച്ച് സാക്ഷിക്കുന്നത്, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. എന്നാൽ വേദപുസ്തകം വീണ്ടും അടയാളപ്പെടുത്തുന്നു, അവർക്കൊരു കുറവുണ്ടായിരുന്നു. എന്താണ് കുറവ്? മക്കളില്ല. യഹൂദന്മാരെ സംബന്ധിച്ചുകൊണ്ട് ദൈവാനുഗ്രഹമില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് മക്കളില്ലാതിരിക്കുക, സന്തതിയില്ലാതിരിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് ജനത്തിന് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുവാനും ജനത്തിന് ദൈവാനുഗ്രഹങ്ങളെ മേടിച്ചു കൊടുക്കുവാൻ അർഹതപ്പെട്ടവനുമായ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടുന്ന ഒരു പുരോഹിതൻ മക്കളില്ലാത്ത ശാപം പേറി നിൽക്കുന്നു. ഇത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അവിടെയാണ് കത്തോലിക്ക സഭയിലെ വിപിൻ ചൂതൻകുഴിയിലച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ ഒരു പുസ്തകം എഴുതി. ഞാൻ ദൈവത്തിന് പ്രാണൻ പണയം വയ്ക്കുന്നു. പുസ്തകത്തിൻ്റെ പേരാ ഞാൻ എൻ്റെ ജീവൻ ദൈവത്തിന് പ്രാണൻ പണയം വയ്ക്കുന്നു. അച്ഛൻ അതിനകത്ത് പറയുന്നത് എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. ആരാണ് ഒരു പുരോഹിതൻ? ഇന്ന് അച്ഛന്മാരെക്കുറിച്ചും മെത്രാച്ചന്മാരെക്കുറിച്ചും ഒരുപാട് ഭിന്ന അഭിപ്രായങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്, അല്ലേ? നമുക്കെല്ലാവർക്കും വലിയ ഇഷ്ടം അച്ഛന്മാരെ ട്രോളാൻ. ഇങ്ങനെ ഭിന്നാഭിപ്രായങ്ങളുടെ നടുവിൽ ഒരു വൈദികൻ അനുഭവിക്കുന്ന ആത്മസംഘർഷം വളരെ വലുതാണ്. കാരണം ഈ ജനം വന്ന് ഒരു പ്രാർത്ഥനാ വിഷയം ഒരു പുരോഹിതൻ്റെ അടുക്കൽ പറഞ്ഞാൽ ദൈവസന്നിധിയിൽ പക്ഷേ ഒരുപാട് തവണ പ്രാർത്ഥിച്ചിട്ടും അതിന് ഫലം കിട്ടാതെ വരുമ്പം ഒരുപക്ഷെ ഈ പുരോഹിതൻ തന്നെ ഉള്ളിൽ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, എന്താണ് പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്? എനിക്കുണ്ടായിട്ടുണ്ട്. അടുത്തിടെ രസകരമായൊരു സംഗതി ഉണ്ടായി. കോട്ടയത്തൊരു പള്ളിയിൽ ഞാൻ പ്രസംഗത്തിന് പോയി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമായിരുന്നു ധ്യാനം. അപ്പം ഞാൻ കറുത്ത കുപ്പായവും, ഞാനും ഒരു സന്യാസി പുരോഹിതനാണ്. അപ്പം എൻ്റെ കഴുത്തേൽ തടിക്കുരിശുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പ്രസംഗിച്ചൊക്കെ കഴിഞ്ഞപ്പം എന്നെ മൊത്തത്തിൽ കണ്ടിട്ട് ഒരു കടമറ്റത്ത് കത്തരാൻ ലുക്കുള്ളത് കൊണ്ട് കുറേ പേര് തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ വന്നു. അപ്പം ഇങ്ങനെ ഓരോരുത്തരും വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, എന്താണ് പ്രാർത്ഥന വിഷയം? അതിനകത്ത് കുറേ ചെറുപ്പക്കാരുണ്ടായിരുന്നു, നല്ല സുന്ദരന്മാരായ ആമ്പിള്ളാർ. ഇവരെല്ലാം പറഞ്ഞത് ഒറ്റ വിഷയമാണ്, അച്ഛാ കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ കഴിവ് പോലെ പ്രാർത്ഥിച്ചു. ഏറ്റവും ഒടുവിൽ സുമുഖനായൊരു ചെറുപ്പക്കാരൻ വന്നു. അവൻ്റെ കയ്യിലൊരു സ്വർണത്തിൻ്റെ ചെയിനുണ്ട്, വെള്ളയിട്ടാണ് വരുന്നത്. അവൻ അടുത്ത് വന്നപ്പോഴേ സ്പ്രേയുടെ മണം അടിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവനൊരു ഗൾഫുകാരനാണ്. നല്ല സുന്ദരനായ ഗൾഫുകാരൻ ചെറുക്കൻ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ 33 വയസ്സായി, ദുബായിൽ എഞ്ചിനീയറാണ്, പക്ഷെ കല്യാണം നടക്കുന്നില്ല. എൻ്റെ കൊച്ചച്ഛൻ സർവശക്തി എടുത്തൊന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് നിൻ്റെ ഡിമാൻഡ്? അപ്പം അവൻ പറഞ്ഞു, അച്ഛാ പ്രത്യേകിച്ച് ഡിമാൻഡൊന്നുമില്ല, കാണാൻ നല്ലതായിരിക്കണം, അത്യാവശ്യം വിദ്യാഭ്യാസം വേണം, നല്ല കുടുംബമായിരിക്കണം, ദൈവഭയം ഉണ്ടാകണം. അപ്പം ഞാൻ അവനെ എൻ്റെ കറുത്ത ചരടും തടിക്കുരിശും എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരെണ്ണത്തിനെ കണ്ടിരുന്നേ പിന്നെ ഞാനിങ്ങനെ സന്യാസിയായിട്ട് നടക്കുമായിരുന്നോ? പ്രാർത്ഥിക്കാൻ നമുക്കെല്ലാവർക്കും വിഷയങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവം നമ്മുടെ സമയത്ത് മറുപടി തന്നില്ല എങ്കിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ഉപേക്ഷിക്കാൻ വരെ തയ്യാറാകുന്നവരാണ്. അങ്ങനെയുള്ള ജനമുള്ളിടത്ത് ഒരു പുരോഹിതൻ്റെ അടുക്കൽ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ട് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ വരുമ്പം പുരോഹിതൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു വേവലാതിയാണ്, ആശങ്കയാണ്,
ഈ പ്രാർത്ഥിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു ദിവസം ഞാൻ വലിയ തീക്ഷ്ണവാനായ ഏലിയാവാണ് എങ്കിൽ പിറ്റേ ദിവസം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാനൊരു പരാജയമായി പോകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇവിടെ ഈ യഹൂദന്മാരുടെ വിശ്വാസത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പുരോഹിതനായിരിക്കെ തൻ്റെ വാർദ്ധക്യത്തിലും ഒരു സന്തതിയില്ലാതിരുന്ന പുരോഹിതൻ എത്രമേൽ മാനസിക സംഘർഷത്തിലായിരിക്കാം ദൈവസന്നിധിയിൽ നിന്നിട്ടുണ്ടാകുക. പക്ഷേ എങ്കിലും സക്കറിയാവിൻ്റെ നീതിയെ ദൈവം എന്തുകൊണ്ടാണ് കാണാതിരുന്നതെന്ന് വേദപുസ്തകം ഒരുപക്ഷെ നമ്മളോട് ചോദിച്ചേക്കാം. നിങ്ങളും ചിന്തിക്കാം, നീതിമാനായിരുന്ന കൂട്ടുകൂടി എന്തുകൊണ്ട് സക്കറിയാവിന് ഒരു അനുഗ്രഹം ദൈവം മാറ്റിവെച്ചു, കൊടുക്കാതിരുന്നു? ഉത്തരം ഇതാണ്. നമ്മളും പറയും, ഞങ്ങൾ നല്ല ജീവിതമാണ് ജീവിക്കുന്നത്, നോമ്പെല്ലാം നോക്കുന്നുണ്ട്, അച്ഛന്മാരെ കാണേണ്ട പോലെ കാണുന്നുണ്ട്, തിരുമേനിയോട് സന്തോഷമായിട്ട് പെരുമാറുന്നുണ്ട്, പള്ളിയിൽ യാതൊരു ശല്യവുമില്ല, നീതിയോടുകൂടി ജീവിക്കുന്നത്. പക്ഷേ ദൈവം ഞങ്ങളെ മറന്നു കളഞ്ഞു. അവിടെ നിങ്ങൾ ഓർക്കണം, നീതി മാത്രം പോരാ, നമ്മുടെ നീതിയുടെ മീതെ ദൈവത്തിൻ്റെ ഒരു കരുണ ഉണ്ടാകണം. നമ്മൾ എത്രമാത്രം നീതിയോടുകൂടി ജീവിച്ചിട്ടും കാര്യമില്ല. ഇത് തന്നെയല്ലേ യുക്തിവാദികളും നമ്മളോട് ചോദിക്കുന്നത്. ധർമ്മം പാലിച്ച് ജീവിച്ചാൽ മതി, ദൈവമൊന്നും വേണമെന്നില്ല. പക്ഷെ അതിൻ്റെ ഉത്തരമാണ് വേദപുസ്തകം ഈ അറിയിപ്പ് കാലത്ത് ഒരു പുരോഹിതനിലൂടെ പറയുന്നത്. ധർമ്മം മാത്രം പോരാ, നീതി മാത്രം പോരാ, നിന്റെ നീതിയുള്ള ജീവിതത്തിൻ്റെ മേൽ നിനക്കൊരു പ്രത്യാശ പോകാതിരിക്കണമെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ കരുണ അതിൻ്റെ മീതെ പൊരുന്നി ആവസിക്കണം. 38 വർഷം ഒരു സൗഖ്യത്തിൻ്റെ അരികിൽ കിടന്ന ഒരു പക്ഷവാത രോഗിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്, ഇല്ലേ? ആ തളർവാദ രോഗിയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും എത്രയോ അടുത്താണ് അവൻ്റെ സൗഖ്യം. പക്ഷെ അവനത് സാധ്യമായില്ല. കാരണം എന്താ? 38 വർഷം അവിടെ കിടന്നിട്ടും ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, കാലുകൊണ്ടെങ്കിലും ഒന്ന് തൊഴിച്ചിടാൻ അവൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ അവനില്ലായിരുന്നു. അവിടെയാണ് ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി. ഇനി മരിച്ചാൽ മതിയെന്ന് മാത്രം പറഞ്ഞ് ആ കുളക്കടവിൽ കിടന്നവൻ്റെ അരികിലേക്ക് ആര് വന്നു? ക്രിസ്തു വന്നു. ഒരു മനുഷ്യായുസ്സിലെ നല്ല കാലം മുഴുവൻ പക്ഷപാത രോഗിയായി കളഞ്ഞു കുളിച്ചവൻ, ഇനി സൗഖ്യത്തിന് ഒരു വഴിയില്ലെന്ന് കണ്ടവൻ, അവൻ്റെ ജീവിതത്തിൻ്റെ അരികിലേക്ക് ക്രിസ്തു വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകണമുണ്ടോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമായിരിക്കെ ക്രിസ്തു ചോദിക്കുകയാണ്, നിനക്ക് സുഖമാകണമെന്നുണ്ടോ? അവിടെയാണ് എൻ്റെ ഒന്നാമത്തെ വാക്യം. ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിച്ച പല മാർഗങ്ങളും അടഞ്ഞു പോയിട്ടുണ്ടാകാം, പല വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം, നമ്മുടെ പ്രതീക്ഷകളും പ്രത്യാശകളും ഒക്കെ പോയിട്ടുണ്ടാകാം. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ തീരത്തിൻ്റെ അരികത്ത് ആര് വരും? ക്രിസ്തു വരും. ഉറപ്പുള്ളൊരു കാര്യമാണ്. മനോഹരമായ ഒരു കഥ വായിച്ചതിങ്ങനെയാണ്. ഒരു വലിയ ദ്വീപ്, ഐലൻഡ്, അവിടുത്തെ ആളുകളൊക്കെ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെ വിളവെടുപ്പിൻ്റെ കാലമായപ്പോഴാണ് അപ്രതീക്ഷിതമായൊരു വെള്ളപ്പൊക്കം ആ നാട്ടിലേക്ക് വരുന്നത്. ഇവരിങ്ങനെ നോക്കി നിൽക്കുമ്പം മഴക്കാർ ഇരുണ്ട് കൂടുന്നു. സ്ത്രീകളെല്ലാം ഉച്ചത്തിൽ മാതാവിനോട് അപേക്ഷിച്ചു, അമ്മേ മഴ പെയ്യിക്കില്ലേ? പക്ഷെ മഴ പെയ്തു. നോക്കി നിൽക്കുമ്പം ഇങ്ങനെ വെള്ളം കയറി വരികയാണ്. അവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ വിചാരിച്ചു, അയ്യോ എൻ്റെ വയലിൻ്റെ കാര്യം എന്തായിത്തീരും? ഇവനിങ്ങനെ ഒരു പ്രാകാരത്തിൽ നീന്തി തൊടിച്ച് തൻ്റെ വയലിൻ്റെ അരികിലേക്ക് വരുമ്പം അവൻ കണ്ട നടുക്കുന്ന കാഴ്ച മറ്റൊന്നല്ല. അവൻ കണ്ട കാഴ്ച ഇതാണ്. തൻ്റെ അപ്പൻ വയലിൻ്റെ മധ്യേ എല്ലാ കൃഷിവിളകളും മൂടി വെള്ളം നിൽക്കുമ്പം കഴുത്തറ്റം വെള്ളത്തിൽ അവൻ്റെ പറമ്പിൻ്റെ നടുക്ക് നിൽക്കുക. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സ്ത്രീകളൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ചങ്കിനിട്ടൊരു ഇടി കൊടുക്കും, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ അച്ഛനായിട്ട് 10 വർഷമായി ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരു സ്ത്രീയെ പോലും അടക്കിയിട്ടില്ല. എന്നാൽ ആണുങ്ങൾ നിപ്പി കാഞ്ഞു പോവും. കാരണം എന്നാ? ഈ ഇടി മുഴുവൻ ഇടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ ഉണ്ടാകത്തില്ല? ബ്ലോക്ക് ഉണ്ടാകത്തില്ല, ഹാർട്ട് അറ്റാക്ക് വരത്തില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ജീവിതത്തിലെ പ്രതീക്ഷ പോകുമ്പം നമ്മൾ ഇടിയോട് ഇടിയാ. ഈ ചെറുപ്പക്കാരനും അയ്യം വിളിച്ചു, അയ്യോ ദൈവം നമ്മുടെ അധ്വാനമെല്ലാം പാഴാക്കി കളഞ്ഞല്ലോ, എല്ലാം നഷ്ടമായി പോയല്ലോ. കഴുത്തറ്റം വെള്ളത്തിൽ നിന്ന് അപ്പം തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, എടാ മണ്ട, ദൈവം നമ്മളെ ബാക്കി വെച്ചില്ലേ? നമ്മുടെ അധ്വാനമേ പോയുള്ളൂ, ദൈവം നമ്മെ ബാക്കി വെച്ചില്ലേ? ഇത് ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷയായിട്ടുണ്ടാകണം. നിങ്ങളെന്നെ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ എൻ്റെ 29ാമത്തെ വയസ്സിൽ കിഡ്നി മറ്റൊരാൾക്ക് കൊടുത്ത ഒരാളാണ്.
അതുകൊണ്ടാണ് ഈ അസുഖമൊക്കെ വരുമ്പം എല്ലാ മരുന്നും എനിക്ക് കഴിക്കാൻ മേല. അതുകൊണ്ട് റെസ്റ്റ് എടുത്ത് കുറയാൻ വേണ്ടി നോക്കിയിരുന്നാണ് എൻ്റെ ശബ്ദം പോയത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് വളരെ അരോചകമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്കിലും നിങ്ങളെന്നെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ഞാനിത് പറയുന്നതേ ഉള്ളൂ. ഞാൻ ഈ കിഡ്നി കൊടുത്തു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു സഭയിൽ നിന്ന് 1-2 പൊന്നാടയെങ്കിലും എന്നെ ഇടിയിക്കുമായിരിക്കും. പൊന്നാട പോയിട്ട് ഒരു കച്ചത്തോർത്ത് പോലും എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ദൈവം എനിക്കൊരു അനുഗ്രഹം ബാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം എനിക്ക് ആദ്യം തന്ന അനുഗ്രഹം കൊറോണയുടെ ആദ്യ കാലഘട്ടമാണ്. ഞാൻ ഡിസ്ചാർജായി എൻ്റെ വീട്ടിൽ വന്നു കയറി 2ാമത്തെ ദിവസം, എൻ്റെ 30ാമത്തെ പിറന്നാളിൻ്റെ രാവിലെ എനിക്ക് മാരകമായൊരു കൊറോണ പിടിച്ചു. 10 ദിവസം ഈ ലോകത്തിൽ വെച്ച് നരകം എന്താണെന്ന് കണ്ട ഒരച്ഛനാണ് ഞാൻ. അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇത്രയ്ക്കും ക്രൂരനായ ഒരു മനുഷ്യൻ്റെ ഇറങ്ങിപ്പുറപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഞാൻ ലജ്ജിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഒരു നന്മ തന്നില്ലെന്ന് മാത്രമല്ല, ചെയ്യാവുന്ന ഹേമത മുഴുവൻ എന്നോട് ചെയ്തു കളഞ്ഞല്ലോ എന്ന് ദൈവത്തോട് ചോദിച്ചു. പക്ഷെ ഇന്ന് എൻ്റെ 35ാമത്തെ വയസ്സിൽ ഇങ്ങനെ വേദപുസ്തകം എടുത്ത് പ്രസംഗിച്ച് നിൽക്കുമ്പം ഞാൻ പറയും, ജീവിതത്തിൽ ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന വലിയ പ്രത്യാശ ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എൻ്റെ വീട് ജപ്തിയായി കിടക്കുന്ന ഒരച്ഛനാണ്. പക്ഷെ എനിക്കിന്നേ വരെ എൻ്റെ ഉറക്കം പോയിട്ടില്ല. കാരണം നമ്മുടെ സഭ കിടക്കാൻ നേരത്ത് പ്രാർത്ഥിക്കാൻ ഒരു സങ്കീർത്തനം ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട്, എൻ്റെ പ്രസംഗം മനസ്സിലായില്ലല്ലോ, പക്ഷേ വീട്ടിൽ ചെന്നിട്ടൊരു ഹോംവർക്ക് എന്ന് വിടാം. 4-ാം സങ്കീർത്തനം വായിക്കണം. 4-ാം സങ്കീർത്തനമാണ് സൂത്താറ ശയന നമസ്കാരത്തിൻ്റെ അവസാനം ചൊല്ലുവാൻ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. 4-ാം സങ്കീർത്തനക്കാരത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ധാന്യവും വീഞ്ഞും ഗോതമ്പും വർദ്ധിച്ചതിനേക്കാൾ ഉപരിയായ സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കും. ഇതിൻ്റെ പേരാണ് പ്രത്യാശ. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, മനുഷ്യർ നമ്മളോട് പറയും, നിനക്ക് പോയി മരിക്കരുതോ? കടബാധ്യതകൾ പെരുകുമ്പം, അപ്രതീക്ഷിതമായ രോഗങ്ങൾ വരുമ്പം ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കും, അയ്യോ എല്ലാ സഹായകസങ്ങളും അവസാനിച്ചു. പക്ഷെ നിങ്ങൾ ഈ പള്ളി വന്നിട്ട് നിങ്ങൾ ഒന്നുകൂടെ കണ്ണ് തുറന്ന് നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തീരത്ത് നിർബന്ധമായും നിശ്ചയമായും തമ്പുരാൻ വരും. അവിടെ ഉറക്കെ പറയണം, അതാ എൻ്റെ കർത്താവാകുന്നു, അത് എൻ്റെ കർത്താവാകുന്നു. 1-ാമത്തെ ഭാഗം ഞാൻ അവസാനിപ്പിക്കുക. പ്രതീക്ഷകൾ ഉതിർന്നു പോകുമ്പം ജീവിതത്തിൻ്റെ തീരത്ത് നമ്മുടെ കർത്താവ് വരും. 2, നമ്മൾ നിർവഹിച്ച ചില ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ള മനുഷ്യരെ വിലമതിക്കാതെ വരുമ്പം നമ്മൾ വിചാരിക്കും, ചെയ്തതൊക്കെ വെറുതെയായി പോയല്ലോ. നിങ്ങളെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവം ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങൾ ഇരിക്കുന്നവരാ. നമുക്കെല്ലാവർക്കും വലിയ കർത്തവ്യബോധമാണ്, അല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ അച്ഛന്മാർ ഒന്ന് പറഞ്ഞ് 2-ാമത്തേന് പറയും, വികാരി അറിയാതെ ഒരില പോലും. കാരണം നമുക്കറിയാം ഭരണഘടന എന്നാണ്. കർത്തവ്യബോധത്തെക്കുറിച്ച് നമ്മൾ ഊറ്റം കൊള്ളുന്നവരാ. അവിടെയാണ് ചില ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കൃതജ്ഞത ലഭിക്കണമെന്നില്ല. നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടതായിരിക്കാം. ചിലപ്പം ഈ കൺവെൻഷൻ്റെ മുഖ്യ ചുമതല വഹിച്ച അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എനിക്ക് അച്ഛനോട് വലിയൊരു സന്തോഷവും സ്നേഹവും തോന്നിയത്. കാണാൻ നല്ല സുന്ദരനാണ്. 2-ാമത്തെ കാര്യം, തൊണ്ടയില്ലാത്ത എനിക്ക് വന്നു കയറിയപ്പോഴേ 2 കുപ്പി മരുന്ന് അച്ഛൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെ നിർത്തി ആ ലേഹ്യം കഴിപ്പിച്ചിട്ടാണ് അച്ഛൻ എന്നെ ഇങ്ങോട്ട് കയറ്റിയത്. എനിക്കത് വലിയൊരു സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. പ്രസംഗം പൊളിഞ്ഞ അച്ഛൻ ഇടികിട്ടുകൊള്ളുന്നുള്ളത് 2-ാമത്തെ കാര്യം. നമ്മൾ ചിന്തിക്കും, എല്ലാ അധ്വാനങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിക്കും ഒരു നല്ല വാക്ക്, അല്ലേ? ഇവിടെ എൻ്റെ മുൻപാകെ ഭൂരിപക്ഷവും സ്ത്രീകളായിരിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന നിങ്ങളുടെ ജോലിയോട് നന്ദി പറയുന്ന എത്ര കെട്ടിയവന്മാർ നിങ്ങൾക്കുണ്ട്? എല്ലാം നല്ലപോലെ കഴിച്ചിട്ട് പറയും, എന്നാലും അരപ്പത്രം നന്നായിട്ട്. ഇതാണോടി ചായ? എൻ്റെ അമ്മയാണ് തിന്ന ചായയായിരുന്നു. അവന്മാരെ എടുത്ത് കിണറ്റിലിടണമെന്നുള്ളതാണ് 1-ാമത്തെ ഉപദേശം. ഇവിടെ ഇരിക്കുന്ന പുരുഷ കേസരികൾ
അധ്വാനങ്ങളൊക്കെ ചെയ്തിട്ട് ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു കുറവ് വരുമ്പം ഈ കള്ളിപ്പെണ്ണുങ്ങൾ ചിലപ്പോൾ നമ്മളോട് പറയും, താൻ എന്തോ ചെയ്തു. ഈ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ, നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോയോ, നമ്മുടെ അധ്വാനങ്ങൾ പാഴായിപ്പോയോ. കാരണം നമ്മൾ മനുഷ്യരിൽ നിന്ന് മാനം ആഗ്രഹിക്കുന്നവരാണ്, അവരുടെ നന്ദി ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അവിടെയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറപടിയായി നിർവഹിക്കാൻ മാത്രമാണ്. അതിൻ്റെ പ്രതിഫലം ദൈവത്തിൽ നിന്നാണ് നാം പ്രാപിക്കേണ്ടത്, മനുഷ്യരിൽ നിന്നല്ല. അതിൻ്റെ ഉദാഹരണം, ഇന്നത്തെ ഞായറാഴ്ച വിശുദ്ധ യൗസേപ്പിനോടുള്ള വെളിപാടിൻ്റെ ഞായറാഴ്ചയാണ്. ഇവിടെ അത് തന്നെയായിരുന്നല്ലോ അല്ലേ. എൻ്റെ മാമോദീസ പേര് ജോസഫ് എന്നാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ജോസഫ്. എന്തുകൊണ്ടാണ് ജോസഫിനെ നീതിമാനായിട്ട് വേദപുസ്തകം പറയുന്നത്? സാധാരണ പരിശുദ്ധന്മാരെയും നീതിമാന്മാരെയും ഒക്കെ പറയണമെങ്കിൽ അവരുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരുപോലെ നമ്മൾ പറയും പരിശുദ്ധർ. എന്നാൽ വേദപുസ്തകത്തിൽ ഒരു വാക്ക് പോലും ഉരിയാടാത്തൊരു മനുഷ്യൻ്റെ പേരാണ് ജോസഫ്. പ്രവൃത്തി കൊണ്ട് വിശുദ്ധനായ മനുഷ്യനാണ് ജോസഫ്. എന്താണ് ജോസഫിൻ്റെ ഈ ഭാഗത്തുള്ള നമ്മളോട് പറയാനുള്ള ഉപദേശം? ജോസഫിനെ കുറിച്ച് ഇന്ന് വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്. പഴയ നിയമത്തിലെ പ്രവചനം കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ സുവിശേഷം പറയുന്നു, ജോസഫ് എന്ന് പേര് പറയുന്ന പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യക. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്? 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കപ്പദോക്യൻ പിതാക്കന്മാരിൽ പ്രമുഖനായ വിലിയം ആർ ബെസേലിയസ്, ബേസിൽ ദി ഗ്രേറ്റ്, അദ്ദേഹം ഒരു വ്യാഖ്യാനം ഇതിന് പറയുന്നുണ്ട്. വ്യാഖ്യാനം ഇതാണ്: കന്യക ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞ പ്രവചനം പറഞ്ഞ നാൾ തൊട്ട് സാത്താൻ ഇങ്ങനെ ഓടി നടക്കുകയാണ് കന്യകമാരുടെ പുറകെ. എന്തിനു വേണ്ടിയിട്ടാണ്? കന്യകമാരെ തെറ്റിച്ച് കളയാൻ, സ്വർഗത്തിൻ്റെ പദ്ധതി നടക്കാതിരിക്കാൻ. അപ്പോഴാണ് സാത്താനെ കബളിപ്പിക്കേണ്ടതിന് സ്വർഗം തിരഞ്ഞെടുത്തത് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യകയെ. ഇനി ഈ മനുഷ്യാവതാരം യഥാർത്ഥത്തിൽ ഒരു കന്യകയിൽ നിന്നാണ് എന്ന് ബോധ്യപ്പെടേണ്ടതിന് അതിന് സാക്ഷ്യം പറയാൻ സ്വർഗം തിരഞ്ഞെടുത്ത മനുഷ്യനാണ് ആര്? ജോസഫ്. സ്വർഗം തിരഞ്ഞെടുത്ത ജോസഫ് തൻ്റെ ജീവിതം ഉപേക്ഷിച്ചിട്ട് ഒരു സ്ത്രീക്ക് കൂട്ടുപോകുന്നതാണ് സുവിശേഷം പറയുന്ന ഭാഗം. സ്വാമി വിവേകാനന്ദൻ ഭക്തിക്ക് 3 ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ ലക്ഷണം, ഭക്തിക്ക് കച്ചവടം അറിയത്തില്ല. എന്താണ്? ഭക്തിക്ക് കച്ചവടം അറിയത്തില്ല. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ നേർച്ചയൊക്കെ കൊടുക്കുന്നവരാണോ? ആണോ? നിങ്ങൾക്ക് ദൈവത്തോടാണോ കൂടുതൽ ഇഷ്ടം, നിങ്ങളുടെ മക്കളോടാണോ? ഞാൻ ചോദിക്കുന്നത് മനസ്സിലാകുന്നില്ലേ? ഞാൻ പെട്ടെന്ന് പ്രസംഗം നിർത്താം. അച്ഛാ, എനിക്ക് കൈമുത്തം തരണ്ട കേട്ടോ, കാരണം എനിക്ക് ആകെപ്പാടെ ഒരു പ്രയാസം മൊത്തത്തിൽ. എന്നാ ഉത്തരം പറഞ്ഞേ? കുമ്പസാരിക്കാതെ ഇനി ഒറ്റയൊരെണ്ണം പള്ളിയിൽ കയറരുത്. എന്നാൽ രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഇത്രയും നാൾ പള്ളിയിലിട്ട തളികയാണോ കൂടുതൽ, നിങ്ങളുടെ മക്കൾക്ക് കൊടുത്ത ഡൊണേഷനാണോ കൂടുതൽ? പിന്നെ ആദ്യത്തെ ഈ നുണയെന്തിനാ എന്നോട് പറഞ്ഞേ? നമ്മൾ നേർച്ച കൊടുക്കുന്നവരാ. നമ്മളെങ്ങനെയാണ് നേർച്ച കൊടുക്കുന്നത്? നേർച്ച കൊടുക്കുന്നത് നമ്മൾ ആദ്യം ദൈവത്തോട് ഒരു ഉപാധി പറയും, അല്ലേ? പണ്ടൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളായിരുന്നു. പശു പ്രസവിക്കണം, ആടിൻ്റെ കറവ് പറ്റരുത്, പൂവൻകോഴി മുട്ടയിടണം, ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം നമുക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എൻ്റെ മക്കളെയല്ല UK കെട്ടിയെടുക്കണം. UK പോയവനൊക്കെ പ്രാർത്ഥിക്കുക, തിരിച്ച് നാട്ടിലോട്ട് വരണം. എന്നാൽ എൻ്റെ ഒരു ധാരണ, ആദ്യം നിൻ്റെ നേർച്ച വസ്തു ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണം. 12 തിരിയെങ്കിലും വെളിച്ചെണ്ണയെങ്കിലും കുന്തിരിക്കുമെങ്കിലും ആദ്യം അത് നീ ത്രോണോസിൻ്റെ മുൻപാകെ വെക്കണം. എന്നിട്ട് ദൈവത്തോട് പറയണം, എൻ്റെ ആഗ്രഹം നിൻ്റെ മുൻപാകെ സമർപ്പിക്കുന്നു, നിനക്കിഷ്ടമെങ്കിൽ ഇത് സാധ്യമാക്കി തരാം. ഇതിൻ്റെ പേരാണ് നേർച്ച. മറ്റേത് ഉപാധിയ. അവിടെയാണ് ജോസഫ് തനിക്ക് എന്ത് ലഭിക്കും എന്ന് ചിന്തിക്കാതെ ജീവിതത്തിൽ ദൈവ പദ്ധതിക്ക് ജീവിതത്തെ കീഴ്പ്പെടുത്തി കൊടുത്തവനാണ് ആര്? നീതിമാനായ ജോസഫ്. അദ്ദേഹത്തെക്കുറിച്ച് പറയാം,
കച്ചവടമറിയാത്ത, ഒന്ന് ഞാനങ്ങോട്ട് ചെയ്യുമ്പം തിരിച്ചെനിക്ക് പ്രതിഫലം കിട്ടണമെന്ന് പിടിവാശിയില്ലാത്ത നിഷ്കളങ്ക ഭക്തൻ്റെ പേരാണ് ജോസഫ്. 2 പറയുന്നു, നിർഭയത്വം. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളില്ലാതെ ജീവിതത്തിൽ മറ്റൊരു രീതിയിലും ആശങ്കപ്പെടാതെ മുന്നോട്ട് നടന്ന ഒരു മനുഷ്യൻ്റെ പേരാണ് ജോസഫ്. അതുകൊണ്ടാണ് ജോസഫിൻ്റെ ചരിത്രം അധികമൊന്നും വേദപുസ്തകം പറയുന്നില്ല. ഞാൻ പറയും, ജോസഫിനെ എവിടെ കണ്ടെത്താമെന്ന് ചോദിച്ചാൽ ക്രിസ്തുവാണ് ജോസഫിൻ്റെ ചരിത്രം എഴുതിയത്. വിശുദ്ധരാരാന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്: സ്വന്തം ചരിത്രം ദൈവത്തിൻ്റെ കൈകൾ കൊണ്ട് എഴുതുന്നവനാണ് വിശുദ്ധൻ. ജോസഫ് ഒരിക്കലും മനുഷ്യരിൽ നിന്ന് മാനം പ്രതീക്ഷിച്ചിട്ടില്ല, മറിച്ച് സ്വർഗം എന്താണോ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, എന്താണോ എന്നെക്കുറിച്ച് ആവശ്യപ്പെടുന്നത്, അത് നിർവ്വഹിക്കണം ചെയ്ത ഒരു പരിശുദ്ധൻ്റെ പേരാണ് ജോസഫ്. നമ്മൾ ഈ ക്രിസ്മസ് കാലഘട്ടത്ത് യുവജന പ്രസ്ഥാനക്കാരുടെ പ്രധാന ചുമതല എന്നാ? കരോളിറങ്ങുക എന്നുള്ളതാണ്, അല്ലേ? കരോളിറങ്ങുമ്പം യുവജന പ്രസ്ഥാനക്കാർ മുമ്പിൽ ഡാൻസ് കളിക്കാൻ ഒരാളെ പിടിച്ചു നിർത്തും. ആരാ? നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലേ ഞാൻ വിചാരിക്കും ഞാൻ പറയുന്ന ഒന്ന് നിങ്ങൾക്ക് സാന്താക്ലോസ്. ആരെയായിരിക്കും സാന്താക്ലോസ് ആക്കുന്നത്? കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൊടവയറുള്ളവനാണ്, അല്ലേ? ഇനി അവനെങ്ങാണ് ഇച്ചിരി വയറ് കുറവാണെങ്കിൽ ഒരു തലവണ്ണയും കൂടെ വെച്ച് കിട്ടും. എന്നിട്ട് കാണിക്കാവുന്ന കോമാളിത്തരം മുഴുവൻ ആ ഫാദറിനെ കൊണ്ട് നമ്മൾ കളിപ്പിക്കും. എന്നാൽ നിങ്ങൾക്ക് ശരിക്കും ഈ സാന്താക്ലോസ് എന്ന് പറയുന്ന ആൾ ആരാന്നറിയാവോ? 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പൗരസ്ത്യ സഭയിലെ ഒരു മെത്രാപ്പൊലീത്തായിരുന്നു സെയിൻറ്റ് നിക്കോളാസ്. ഇതുപോലൊരു മെത്രാച്ചൻ, ചുവപ്പ് കുപ്പായി വിട്ട മോറിലെ ബിഷപ്പിൻ്റെ പേരാണ് സെയിൻറ്റ് നിക്കോളാസ്. ഇദ്ദേഹത്തെയാണ് ഇന്ന് ഈ കോമാളി വേഷം കെട്ടിച്ച് കൊക്കക്കോള കമ്പനിക്കാർ കൊടുത്ത് ഉടുപ്പിടിച്ച് നമ്മൾ ഈ ഒരിടത്ത് ഞാൻ കണ്ടു, ഫാദർ കിടന്ന് നിലത്തിടന്ന് പുഴുവടിക്കുന്നു. നമ്മൾ കാണിക്കാവുന്ന കോമാളിത്തരം. കഴിയുമെങ്കിൽ ഈ തൊഴിയൂർ സഭയിലെ യുവന പ്രസ്ഥാനക്കാർ കരോളിറങ്ങുമ്പം ഏറ്റവും കാണാൻ യോഗ്യനായവനായും വേണം ഫാദറാകാൻ. അവൻ 6 പാക്ക് ആയിരിക്കണം. കാരണം അത് കോമാളി വേഷമല്ല, അതൊരു വിശുദ്ധൻ്റെ വേഷമാണ്. അദ്ദേഹം ചെയ്ത വിശുദ്ധിയുടെ ഒരു പ്രവൃത്തി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനതിലേക്ക് വന്നത്. സെയിൻറ്റ് നിക്കോളാസിനെ സെയിൻ്റായിട്ട് പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒരു കഥ പറയും. മതപീഡനത്തിൻ്റെ കാലത്ത്, ഡയോക്ലീഷ്യൻ്റെ കാലത്ത് പീഡനമേറ്റൊരു വിശുദ്ധനാണ് സെയിൻറ്റ് നിക്കോളാസ്. 4-ാം നൂറ്റാണ്ടിൽ ഈ വിശുദ്ധനെ കുറിച്ച് പറയുന്ന ഒരു ചരിത്രം ഇതാണ്. അദ്ദേഹത്തിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ ഒരു പാവപ്പെട്ട നിർധനനായ കർഷകൻ്റെ ഭവനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് വിടാനുള്ള ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ഒരു ദരിദ്രനായ മനുഷ്യൻ. ഇദ്ദേഹത്തിൻ്റെ ഈ ദാരിദ്ര്യം മുതലെടുക്കുവാൻ ഒരുപാട് പേര് ആ ഭവനത്തിന് ചുറ്റും നടന്നു. ഈ സ്ത്രീകളെ തെറ്റിച്ചു കൊണ്ടുപോകുവാൻ, അവരെ വിൽക്കുവാൻ ശ്രമിച്ച ആളുകളിങ്ങനെ അവരെ വീടിനോട് അടുക്കുന്നുവെന്ന് കേട്ടിട്ട് ഈ പെൺകുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്ന് ആഗ്രഹമുള്ള ഈ അപ്പൻ പ്രാർത്ഥിച്ചെന്ന് കേട്ടിട്ട് ഈ ബിഷപ്പ് ചെയ്ത ഒരു കാര്യം ഇതാണ് പറയുന്നത്. അദ്ദേഹം രാത്രി ചെന്ന് ഈ ഭവനത്തിൻ്റെ ചിമ്മിനിയിലൂടെ കുറച്ച് പണവും സ്വർഗവും ഈ വീട്ടിലോട്ട് ഇട്ടുകൊടുത്തു. വീട്ടിൻ്റെ ഉടമസ്ഥൻ നോക്കിയപ്പം പണവും സ്വർണവും ഒക്കെ കിടക്കുന്നു, അവകാശികൾ ആരുമില്ല. ഒരു കുറിപ്പുണ്ട്, പെൺകുട്ടിയുടെ വിവാഹം നടത്തണം. ദൈവം കൊടുത്താണെന്ന ബോധ്യത്തോടു കൂടി 1-ാമത്തെ പെൺകുട്ടിയുടെ വിവാഹം നടത്തി. 2-ാമത്തെ പെൺകുട്ടിയുടെ വിവാഹമായപ്പോഴും ഇതുപോലെ തന്നെ വീടിനകത്ത് സ്വർണവും പണവും കിട്ടി. കർഷകന് വലിയ സന്തോഷമായി. പക്ഷേ അയാൾ വിചാരിച്ചു ഇത് എവിടെ നിന്നാണെന്ന് അറിയണ്ടേ. 3-ാമത്തെ പെൺകുട്ടിയുടെ വിവാഹത്തിൻ്റെ സമയത്ത് അദ്ദേഹം ഒളിച്ചിരുന്നിങ്ങനെ നോക്കിയപ്പോഴാണ് കാണുന്നത് ഇതാ മറ്റാരുമല്ല കൊണ്ടുവന്നിടുന്നത്, തങ്ങളുടെ ബിഷപ്പാണ്. തിരുമേനിയാണ് ഇടുന്നതെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം തിരുമേനിയോട് ഒരുപാട് നന്ദി പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇത് ആരോടും പറയരുത്, ഇത് ദൈവം എന്നെ ഭരമേൽപ്പിച്ച ചുമതലയാണ് എങ്കിൽ അത് നിർവഹിക്കേണ്ട എൻ്റെ ഉത്തരവാദിത്വമാണ്. അതിന് പ്രതിഫലം നിന്റെ നന്ദിയല്ല, സ്വർഗത്തിൽ ദൈവം തരുന്നതായിരിക്കണം. അങ്ങനെ ചെയ്ത ഇടങ്കയും വലങ്കയും ചെയ്യുന്നത് അവരനറിയാതെ പ്രവർത്തിച്ച ഒരു വിശുദ്ധൻ്റെ സ്മരണയിലാണ് ഇന്ന് ഈ ക്രിസ്മസിന് സമ്മാനം കൊടുക്കുന്ന ഒരാളായി ഈ മനുഷ്യനെ നമ്മൾ അവതരിപ്പിച്ചത്. നിർഭാഗ്യവശാൽ നമ്മുടെ ധാരണകളൊക്കെ തെറ്റിച്ച് കളയുന്ന ഒരു കോപ്രായ വേഷമായി ഇന്നത് മാറിപ്പോയി.
നമ്മൾ ദൈവസന്നിധിയിൽ രണ്ടാമതെടുക്കേണ്ടുന്ന ചുമതല, നമ്മൾ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ച ചുമതലകൾ ചെയ്യുമ്പം മനുഷ്യർ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിന് ഒരു കൃതജ്ഞത പറയണമെന്നില്ല. ചിലപ്പോൾ ഞങ്ങൾ അച്ഛന്മാർ സെൻഡ് ഓഫിനൊക്കെ നിൽക്കുമ്പം പള്ളിക്കാർ പറയുന്നത് കേട്ടാൽ തോന്നും നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പള്ളി പൂട്ടിയിടണമെന്ന്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള, ജോജിനൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള, എന്നാലും ഞാൻ പറയുക, ഞാൻ ആദ്യം വരുന്നത് തൃക്കുന്നത്ത് സെമിനാരിയാണ്, ആലുവ തൃക്കുന്നത്ത് സെമിനാരി. 11 മാസമേ അവിടെ ഇരുന്നുള്ളൂ. 11 മാസം ഇരുന്ന് കഴിഞ്ഞ് ട്രാൻസ്ഫർ മേടിച്ച് പോകാൻ നേരത്തെ വിശ്വാസികൾ പറഞ്ഞു, അച്ഛാ ഒരു സെൻഡ് ഓഫ് തന്നു വിടാം. അപ്പം ഞാൻ പറഞ്ഞു 11 മാസം ഇരുന്നതിന് എന്നാ സെൻഡ് ഓഫാ? അപ്പോൾ അവർ പറഞ്ഞു ഇല്ല തരണം. അപ്പോൾ ഒരു കൂട്ടത്തിലിരുന്ന് ഒരാൾ പ്രസംഗിച്ചു, ഇതുപോലൊരച്ഛനെ ഇതിനു മുമ്പ് ഞങ്ങൾ കണ്ടിട്ടില്ല. കൊതുക് പോലെ ഇരുന്ന് ഞാൻ ഒന്നുകൂടെ നെഞ്ചങ്ങ് വിരിച്ചു. പക്ഷെ 2 മാസം കഴിഞ്ഞാണ് ഞാൻ ആ നഗ്നസത്യം അറിഞ്ഞത്. അയാൾ ചെന്ന് മെത്രാച്ചനോട് പരാതി പറഞ്ഞിട്ടാണ് എന്നെ ആ പള്ളിയിൽ നിന്ന് മാറ്റിയത്. നമ്മൾ വിചാരിക്കും മനുഷ്യരീ പറയും, അച്ഛന്മാർ ഒറ്റയൊരെണ്ണം വിചാരിക്കും. തിരുമേനിയോട് പറയാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ മനുഷ്യരൊക്കെ നമ്മൾ പുകഴ്ത്തും, നല്ലതൊക്കെ പറയും. പക്ഷെ മനുഷ്യരുടെ മാനത്തിനും മനുഷ്യരുടെ സഹായങ്ങൾക്കും മനുഷ്യരുടെ ഔദാര്യങ്ങൾക്കും ഒരു പരിധിയുണ്ട്. ഉണ്ടോ? ഇപ്പം നിങ്ങൾ ചിലപ്പം, ഞങ്ങൾ 3 സന്യാസി അച്ഛന്മാരും ഒരു മെത്രാച്ചനും കൂടി ഇരിപ്പുണ്ട്. ബാക്കി എല്ലാ അച്ഛന്മാരും കല്യാണം കഴിച്ചവരായതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഞങ്ങളെ കൊഞ്ഞനം കുത്തിയിട്ട് പറയും, അത് നിങ്ങൾക്ക് കുടുംബമില്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾക്കാരുണ്ട്? നല്ല ആരോഗ്യമുള്ള കെട്ടിയവനുണ്ട്, എന്തിനും പോരുന്ന പെണ്ണും പിള്ളയുണ്ട്, UK-ലും യൂറോപ്പിലും കിടക്കുന്ന മക്കളുണ്ട്. ഞാൻ പറയും ഇതെല്ലാം ഉണ്ടെങ്കിലും ചിലപ്പോൾ അവസാന കാലത്ത് വെള്ളം തരാൻ വഴിയെ കൂടെ പോയ ബംഗാളിയെ കാണത്തുള്ളൂ. കാരണം നമ്മൾ ആരിലും അമിതമായ പ്രതീക്ഷ വെക്കരുത്. നിങ്ങൾ എന്തിനാ മക്കളെ വളർത്തുന്നതെന്നൊരു ചോദ്യം വന്നാൽ പലരും പറയും ദൈവസന്നിധി ശ്രേഷ്ഠനാകും. വെറുതെയാ. മക്കളെ നമ്മൾ വളർത്തുന്നതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, വാർദ്ധക്യത്തിൽ അവൻ നമുക്കൊരു തണലാകണം. ഒരു തേങ്ങയാകാൻ പോകുന്നില്ല. ഇവനെല്ലാം നമ്മളെ ഇട്ടേച്ച് പോകും, ഈ ഇരിക്കുന്ന എല്ലാം. പക്ഷേ നിങ്ങൾ നിരാശപ്പെടണ്ട. ഞാൻ ഇച്ചിരിയും കൂടെ ഉറച്ച ശബ്ദത്തിലൊരു കാര്യം പറയാം. എൻ്റെ പ്രസംഗം ഒന്നും നിങ്ങൾ ഓർത്തിരിക്കണ്ട. പക്ഷെ ഞാൻ ഈ പറയുന്ന വാചകം ഇവിടെ കുടുംബം നയിക്കുന്ന എല്ലാവരും ഓർത്തിരിക്കണം. നിങ്ങളുടെ മക്കളെ ദൈവസന്നിധി കുമ്പിടാൻ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മുമ്പാകെ നിങ്ങൾ കുമ്പിടേണ്ടതായിട്ട് വരും. നിങ്ങളുടെ മക്കളെ ദൈവസന്നിധി നിങ്ങൾ കുമ്പിടാൻ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മുമ്പാകെ നിങ്ങൾ കുമ്പിടേണ്ടതായിട്ട് വരും. അവരെവിടെയും പോകട്ടെ, നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ ചെയ്തു കൊടുത്തതൊക്കെ വിലമതിക്കപ്പെടാതെ പോട്ടെ, പക്ഷെ നമ്മൾ ആത്മാർത്ഥമായി ചെയ്തൊരു കാര്യത്തെ അംഗീകരിക്കുന്ന, അതിനെ മാനിക്കുന്ന, അതിന് യഥാർത്ഥത്തിൽ പ്രതിഫലം തരുന്ന സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്. യോബിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ലേ? യോബിൻ്റെ പുസ്തകത്തിൽ പ്രതീക്ഷയായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു പോയി. സമ്പാദ്യം മുഴുവൻ പോയത് സഹിക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു ദൂതൻ ഒഴിഞ്ഞു വന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ 10 മക്കളും ഒരുപോലെ മരണപ്പെട്ടു. പക്ഷെ നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് യോബിൻ്റെ പുസ്തകം ഒന്ന് വായിച്ചേ. ഇത്രയും ശുഭകരമായ ഒരു പുസ്തകം വേറെയില്ല. നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായിട്ട് ദൈവം അവന് മടക്കി കൊടുത്തു. എല്ലാം മടക്കി കൊടുത്തിട്ട് നഷ്ടപ്പെട്ടതൊക്കെ അവനെ തിരിച്ച് ഭരമേൽപ്പിച്ചു. അതിലേക്ക് അവനെ നയിച്ച ഒരു വാക്യമുണ്ട്. യോബ് പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ കണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ വായ പൊത്തുന്നു. നമ്മുടെ പരാതികളൊക്കെ അവസാനിപ്പിച്ചിട്ട് ദൈവം ഏൽപ്പിച്ച ചുമതലകളെ നിർവഹിക്കണം നിങ്ങൾ ചെയ്തേ, ദൈവം പ്രതിഫലം തരും. ഇന്ന് ഞങ്ങളുടെ മലങ്കര സഭയിൽ ഒരു റമ്പാച്ചൻ മരണപ്പെട്ടു. 90 വയസ്സുള്ളൊരു മനുഷ്യനാണ്. ഇന്നവിടെ വന്ന എല്ലാവരും റമ്പാച്ചനെ കുറിച്ച് പറഞ്ഞ ഒരു സാക്ഷ്യം ഒരു സന്യാസിയായ എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. പറഞ്ഞത് ഇങ്ങനെയാണ്, സഭയെ ഏൽപ്പിച്ച ചുമതലകളെല്ലാം യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ ചെയ്ത് കൃതജ്ഞതയോടുകൂടി ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോയ മനുഷ്യൻ. നമുക്കിങ്ങനെ മനസ്സ് നിറഞ്ഞ് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങൾ, ജീവിത പങ്കാളി, മക്കൾ നിങ്ങളെ വിലമതിക്കുന്നെങ്കിലും നിങ്ങൾ നിരാശപ്പെടണ്ട. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തീരത്ത് ദൈവം ഉണ്ടാകും. ദൈവം പറയും,
ഞാൻ കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് എന്ന് പറയാൻ ഒരുവൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തീരത്തുണ്ടാകും. നിങ്ങൾ പറയണം, ഇതാ അതെൻ്റെ കർത്താവാകുന്നു. മൂന്നാമതൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ അധ്വാനങ്ങളൊക്കെ പാഴായി പോകുമ്പം നിങ്ങൾ വിചാരിക്കും, അയ്യോ പ്രാർത്ഥിച്ചതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതാ, പക്ഷെ അധ്വാനങ്ങൾ പാഴായി പോകുമ്പം നമ്മൾ വിചാരിക്കും. അതാണ് കുറിവാക്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ശിഷ്യന്മാരൊക്കെ കർത്താവിൻ്റെ പുറകെ നടന്നവരാ. സൗഖ്യം കണ്ടിട്ടുണ്ട്, രോഗശാന്തി കണ്ടിട്ടുണ്ട്, മരിച്ചവനെ ഉയർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു വേള ഒരു ശിഷ്യൻ പറയുന്നുണ്ട്, ആരൊക്കെ ഇടറിയാലും ഞാൻ നിന്നിൽ ഇടറത്തില്ല. പക്ഷെ കർത്താവിൻ്റെ കുരിശുമരണത്തിനപ്പുറം പ്രതീക്ഷ പോയിട്ട് ഇവരെന്ത് ചെയ്തു? വീണ്ടും തങ്ങളുടെ പഴയകാല ജീവിതത്തിലേക്ക് പോയി. അവിടെ 21-ാം അധ്യായം വായിക്കുന്നു, അവർ രാവെളുക്കുവോളം അധ്വാനിച്ചിട്ടും ഒരു ചെറു മത്സ്യത്തെ പോലും അവർക്ക് കിട്ടിയില്ല. ഞങ്ങളുടെ കോട്ടയംകാരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു പൂഞ്ഞാനെ പോലും കിട്ടിയില്ല. അധ്വാനങ്ങളൊക്കെ പാഴായിട്ടിരിക്കുമ്പം, നിരാശപ്പെട്ട് പടകിൻ്റെ അമരത്തവരിയ്ക്കുമ്പം, കർത്താവ് കടൽ തീരത്ത് വന്ന് നിന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ? ശിഷ്യന്മാർ നിരാശപ്പെട്ട് പറഞ്ഞു, ഇല്ല. അവിടെയാണ് കർത്താവ് പറയുന്നത്, വലതുവശത്തേക്ക് വലയിറക്കുവിൻ. പിന്നീടുള്ള സംഭവം നിങ്ങൾക്കറിയാം. അങ്ങനെ പെരുത്ത മീൻകൂട്ടവുമായിട്ട് കരയിലേക്ക് അവർ കയറി വരുമ്പം എങ്ങനെയാണ് കർത്താവ് അവരെ നേടുന്നത്? നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടും ഇതിനൊരു പ്രാപ്തി ലഭിക്കാത്തത്, ഫലമില്ലാത്തത്? അതിൻ്റെ ഉത്തരമാണ് ഈ അവസാന ഭാഗം. ശിഷ്യന്മാരെല്ലാം കടൽ തീരത്തേക്ക് അനുതാപത്തോടു കൂടി കടന്നു വന്നു. അവർക്ക് മത്സ്യബന്ധനം അറിയാഞ്ഞിട്ടല്ല, എന്നാലും കടലിൽ മത്സ്യമില്ലാഞ്ഞിട്ടുമല്ല, രാവെളുക്കുവോളം അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അവരവിടെ വന്നപ്പം കർത്താവ് അവരെ നേരിടുന്നത് മനോഹരമായിട്ടാണ്. ഒരിക്കലും പത്രോസിനോട് ചോദിക്കുകയല്ല, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു, എന്തുകൊണ്ട് എന്നെ തള്ളിപ്പറഞ്ഞു എന്നല്ല തമ്പുരാൻ ചോദിച്ചത്. മറിച്ച് തമ്പുരാൻ അവനോട് ചോദിച്ച ഒരു പ്രാതലൊരുക്കി വെച്ചിട്ട് തന്നെ ഉപേക്ഷിച്ച് പോയ ശിഷ്യന്മാരോട്, പാഴായ അധ്വാനങ്ങളുടെ മധ്യ നിൽക്കുന്ന ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലും ദൈവം തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാ, നീ യഥാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ എത്ര പേർക്ക് പറയാൻ സാധിക്കും, ഉള്ളം കൊണ്ട് മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായി ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു? അതിനാണ് ഞാൻ മുമ്പേ നിങ്ങളോട് ആ ചോദ്യം ചോദിച്ചത്. ദൈവത്തെയാണോ നിങ്ങളുടെ മക്കളെയാണോ കൂടുതൽ ഇഷ്ടം? നമ്മൾ ദൈവത്തെ ഒരു വശത്താക്കിയവരാ. അവിടെയാണ് 3 ആവർത്തി ചോദിച്ചപ്പം ശീമോൻ പത്രോസ് ഉള്ളം തകർന്നിട്ട് പറഞ്ഞു, ഓ കർത്താവേ, ഞാൻ നിന്നെ മറ്റെല്ലാത്തിനേക്കാളും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത്രയും നാൾ അവർ വിചാരിച്ചത് സ്വന്തം പ്രയത്നം കൊണ്ട് എല്ലാം നേടിയെടുക്കാമെന്ന. നമ്മുടെ യൗവനത്തിലൊക്കെ നമ്മൾ വിചാരിക്കും, ആരോഗ്യമുണ്ട്, ധനമുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എന്നെക്കൊണ്ട് എന്തും സാധ്യമാകും. ഞാൻ ഇന്നലെ പ്രീമാരിറ്റലുകാർക്ക് കൗൺസിലിങ്ങിന് ക്ലാസ് എടുക്കാൻ പോയി. 1-2 ചെറുപ്പക്കാർ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, കല്യാണം കഴിക്കാത്ത അച്ഛൻ ഇനിയും കൂടുതലൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ട, ഞങ്ങൾ ജീവിക്കുന്നത് അച്ഛൻ കണ്ടോ എന്ന മട്ട. ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ എത്രയൊക്കെ മിടുക്കരാന്ന് പറഞ്ഞാലും ദൈവം നമ്മുടെ കൂടെ ഇല്ല എങ്കിൽ നമ്മുടെ അധ്വാനങ്ങൾക്ക് ഫലപ്രാപ്തി, ഒരുപാട് പൈസ നമുക്കുണ്ടാകും, പക്ഷെ മനസ്സമാധാനം, ഒരുപാട് ബന്ധുബലം നമുക്കുണ്ടാകും, പക്ഷെ സ്വസ്ഥത നമ്മുടെ ഭവനത്തിൽ. ഇതെല്ലാം അതുകൊണ്ടല്ലേ ദരിദ്രനാണെങ്കിലും ഒരു നേരത്തെ കഞ്ഞിയുള്ളെങ്കിലും കൊച്ചു വീടുകളിൽ നമ്മുടെ വലിയ ഭവനത്തെക്കാൾ സമാധാനം വിളഞ്ഞ എന്തുകൊണ്ടാണ്? അവിടെ മറ്റൊന്നുമില്ലെങ്കിലും ദൈവം ഉണ്ടെന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കഥയാണ് പുതിയ നിയമത്തിലെ മുടിയനായ പുത്രൻ്റെ കഥ. നിങ്ങൾക്കറിയാമോ? കുഞ്ഞുങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ സൺഡേ സ്കൂൾ സാറിനെ ഒന്ന് കാണാനായിരുന്നു. മുടിയനായ പുത്രൻ്റെ കഥ ഒരിക്കൽ സൺഡേ സ്കൂളിൽ സാറ് പഠിപ്പിച്ചു. മുടിയനായ പുത്രൻ അപ്പനോട് വന്നിട്ട് പറഞ്ഞു, അപ്പാ എനിക്ക് UK പോകണം, 30 ലക്ഷം രൂപ വേണം അക്കൗണ്ടിൽ കാണിക്കാൻ. അപ്പനുള്ളതെല്ലാം വിറ്റ് പെറുക്കി അവനെ വിട്ടു. അവൻ UK പോയി അടിച്ചു പൊളിച്ചു,
30 ലക്ഷം രൂപ തീർന്ന് അവൻ അവസാനം പന്നിക്കൂട്ടി വന്ന് കിടന്നു. വേദപുസ്തകം പറയുന്നു അവന് സുബോധം വന്നു. അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ ഭവനത്തിലേക്ക് വരുന്നു. ദൂരവേ അവനെ കണ്ടിട്ട് അപ്പൻ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? ഓടിച്ചെന്ന് വട്ടം കെട്ടിപ്പിടിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ച് മോതിരം ഇടിയിച്ച് ചെരുപ്പിടിവിച്ച് അവനെ ഭവനത്തിലേക്ക് പ്രവേശിപ്പിച്ചു. സൺഡേ സ്കൂൾ സാർ ഈ കഥ പഠിപ്പിച്ചിട്ട് കുഞ്ഞുങ്ങൾക്കൊരു അസൈൻമെൻറ്റ് കൊടുത്തു. അസൈൻമെൻറ്റ് ഇതാണ്: നിങ്ങൾ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പം അടുത്ത ആഴ്ച ഈ കഥയുടെ ക്ലൈമാക്സ് നിങ്ങളുടെ ഭാവനയിൽ എഴുതിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞാൽ, മുടിയനായ പുത്രൻ പോയി എല്ലാം തകർത്ത് തരിപ്പണമാക്കി തിരിച്ച് വീടിൻ്റെ പടിവാതിക്കലെത്തി. ബാക്കി നിങ്ങളുടെ ഭാവനയിൽ നിന്ന് എഴുതിക്കൊണ്ട് വരണം. പിള്ളേർ വീട്ടിൽ പോയി പിറ്റേ ആഴ്ച ഉത്തരവ് എഴുതിക്കൊണ്ട് വന്ന് സാറിൻ്റെ കൈ കൊടുത്തു. വായിച്ച് സാർ ബോധം കെട്ട് താഴെ വീണു. സാറിനെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയി. വികാരിയച്ഛൻ കാണാൻ ചെന്നു. വികാരിയച്ഛൻ ചോദിച്ചു, സാറേ എന്നാ പറ്റി? സാർ ഈ പേപ്പർ എടുത്ത് അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുത്തു. പണ്ടേ അച്ഛന്മാരുടെ ഹൃദയം കല്ല് പോലെ ആയതുകൊണ്ട് അച്ഛൻ നിന്ന് വായിച്ചു. ഒന്നാമത്തെ ചെറുക്കൻ എഴുതി: മുടിയനായ പുത്രൻ അനിത വെച്ച് വീടിൻ്റെ പടുക്കെ വന്നു. അപ്പൻ ഓടിച്ചെന്ന് അവൻ്റെ അടിനാവിക്ക് നോക്കി എടുത്തോടി വെച്ച് കൊടുത്തെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചെറുക്കൻ എഴുതി വെച്ചു: മുടിയനായ പുത്രൻ അനിത വെച്ച് വീടിൻ്റെ പടിവാതിക്ക് വന്നു. അപ്പൻ ഭൃത്യനോട് പറഞ്ഞു, എടാ അവൻ പന്നിയുടെ കൂട്ടിലല്ലേ കിടന്ന്, 10 ദിവസം അവനെ അൽസേഷൻ്റെ കൂട്ടി പിടിച്ചിടാൻ പറഞ്ഞു. ഇങ്ങനെ 10 പിള്ളേർ എഴുതുന്ന കണ്ടിട്ടാണ് സാറ് ബോധം കിട്ടത്. അച്ഛൻ പറഞ്ഞു, സാറ് വിഷമിക്കുമൊന്നും വേണ്ട, ഈ 10 കുഞ്ഞുങ്ങളും എഴുതിയത് ഈ 10 കുഞ്ഞുങ്ങളുടെ വീട്ടിലെ അപ്പൻ്റെ സ്വഭാവമാണ്. എന്താണോ അവരുടെ വീട്ടിലെ അവരുടെ അപ്പൻ്റെ സ്വഭാവം, അത് ഭാവനയെ കണ്ടിട്ടാണ് അവരെഴുതിയത്. എന്നാൽ സുവിശേഷങ്ങളിൽ ക്രിസ്തു പറഞ്ഞ ഈ ഉപമയിലെ അപ്പൻ്റെ പ്രത്യേകത എന്താ? ഞാൻ ഈ അടുത്തിരുന്ന് ചിന്തിച്ചപ്പോഴാണ്, മകൻ പോയിട്ട് പത്രത്തിലൊരു ലുക്ക് നോട്ടീസ് പോലും കൊടുക്കാത്തൊരപ്പനായിരുന്നു. ഫേസ്ബുക്കിലൊരു പോസ്റ്റ് പോലും ഇടാത്ത ഒരപ്പനായിരുന്നു. ആര്? ഇനി ഒന്നും വേണ്ട, പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാത്ത അപ്പനായിരുന്നു മുടിയനായ പുത്രൻ്റെ അപ്പൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പനറിയാം കൊടുത്ത സ്നേഹം നിർവ്യാജമാണ് എങ്കിൽ ഒരു നാൾ മകൻ തന്നിലേക്ക് മടക്കി വരും. നമ്മുടെ സ്വർഗീയ പിതാവ്, നമ്മുടെ അപ്പൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇത് മാത്രമാണ്. എത്ര വലിയ പാതകം നമ്മുടെ ജീവിതത്തിലുണ്ടായാലും, എത്ര വലിയ തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും, ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ തീരത്തരികത്ത് നമ്മളെ നോക്കി നിൽക്കും. ഒറ്റ ചോദ്യമേ അവന് ചോദിക്കാനുള്ളൂ: ഇപ്പോഴും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ കുമ്പസാരിക്കുന്നവരാണോ? നിങ്ങളിപ്പോൾ ഓർത്തഡോക്സിലെ അച്ഛന്മാർക്ക് കുമ്പസാരിക്കണമെന്ന് പറയാൻ പേടിയാണ്. അതിന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ വിശ്വാസികൾ തിരിച്ച് ചോദിക്കും, നിങ്ങൾ എന്തായിരിക്കാം കുമ്പസാരത്തിൻ്റെ മാനദണ്ഡം? ഞാൻ പറയും, മാനദണ്ഡം ഒന്നേ ഉള്ളൂ: എന്തുമാത്രം എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ അധ്വാനങ്ങൾ പാഴായി പോകുന്നത്? രാവെളുക്കുവോളം അധ്വാനിച്ചിട്ടും ഫലമില്ലാതെ പോകുന്നത്? തമ്പുരാനെ എവിടെയൊക്കെയോ നമ്മൾ കൈവിട്ടത് കൊണ്ടാണ്. അത് പുനഃസ്ഥാപിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ: ജീവിതത്തിൻ്റെ തീരത്തരികത്ത് നിൽക്കുന്ന കർത്താവിനെ വട്ടം കെട്ടിപ്പിടിച്ചിട്ട് പറയണം, ഓ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ജീവിതത്തിൻ്റെ തീരത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ വരുമ്പം നമ്മൾ ഒന്നുകൂടെ കണ്ണ് തുറന്ന് ഈ പള്ളിയിൽ, ഈ സഭാജീവിതത്തിൽ നോക്കണം. നമ്മൾ കാണാതെ പോയ ഒരുവൻ നമ്മുടെ ജീവിതത്തിനരികെ നിൽപ്പുണ്ട്. പ്രതീക്ഷകളൊക്കെ ഉതിർന്നു പോയപ്പം, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയപ്പം നമ്മൾ മറന്നു കളഞ്ഞ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിനരികെ നിന്നിട്ട് പറയും, എനിക്ക് തരാൻ ഇനിയും ഒരു അനുഗ്രഹം ബാക്കിയുണ്ട്. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൽ ദൈവമേൽപ്പിച്ച ഉദ്യോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് നിർവഹിച്ചു കഴിഞ്ഞിട്ടും അതിനൊരു കൃതജ്ഞത ലഭിക്കാതെ പോകുമ്പം നമ്മൾ നിരാശപ്പെട്ടു പോകും. അവിടെ ഓർക്കണം, പ്രതിഫലം തരാൻ ദൈവം ബാക്കി നിൽക്കുന്നു, ജീവിതത്തിനരികത്ത് നിൽക്കുന്നു. മൂന്നാമത്തേത്, ചിലപ്പോൾ നമ്മുടെ അധ്വാനങ്ങളൊക്കെ പാഴായി പോകുമ്പം, നമ്മൾ നിരാശപ്പെട്ട് നിൽക്കുമ്പം ജീവിതത്തിൻ്റെ തീരത്തിനരികത്ത് നമുക്ക് പ്രാതലൊരുക്കി തമ്പുരാൻ പറയും, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയും ഒരു വാതിൽ നിനക്കായി തുറന്നിട്ടിട്ടുണ്ട്. ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരിക്കൽ കുറച്ച് ചെറുപ്പക്കാർ കാട് കാണാൻ പോയി. വനത്തിനകത്തൂടെ അവരിങ്ങനെ കാടൊക്കെ കണ്ട് നടക്കുമ്പം നോക്കുമ്പം വലിയൊരു മരം, വലിയ വണ്ണമുള്ള തടിയുള്ളൊരു മരം. ചെറുപ്പക്കാർക്കൊരു കൗതുകം, ഇതിൻ്റെ വണ്ണം ഒന്ന് അളന്ന് നോക്കണം.
ഒരാൾ ഒറ്റയ്ക്ക് കൈ പിടിച്ചാൽ എത്തുന്നില്ല. 2-3 പേരിങ്ങനെ കൈകോർത്ത് പിടിച്ച് വലിയൊരു മറ്റം ചുറ്റിയെടുത്തു. എന്നിട്ട് അവർ പറഞ്ഞു, ഇതിൻ്റെ തടി വിറ്റാൽ എത്ര രൂപ കിട്ടും? അപ്പോഴാണ് ആ ചെറുപ്പക്കാരെ ആ കാട്ടിലേക്ക് നയിച്ചു കൊണ്ടുപോയ ഗൈഡായ ഒരു ആദിവാസി ചെറുക്കൻ ഈ പിള്ളേരോട് പറഞ്ഞു, നിങ്ങളൊന്ന് മാറി നിന്നേ, ഞാനൊരു കാര്യം കാണിക്കാം. ഇവർ വട്ടം 5-6 കൂടി കെട്ടിപ്പിടിച്ച വലിയ മരത്തിൻ്റെ അടുക്കിലേക്ക് ഈ ആദിവാസി ചെറുക്കൻ ഒരു കല്ല് കൊണ്ട് ചെന്നിട്ട് ഈ മരത്തിനിട്ടൊന്ന് കൊട്ടി. വലിയ ശബ്ദം. എന്നിട്ട് ഈ ആദിവാസി ചെറുക്കൻ ഈ പിള്ളേരെ നോക്കിയിട്ട് പറഞ്ഞു, പുറമേ കാണുന്ന വലിപ്പമേ ഉള്ളൂ, അകം അത് നിങ്ങൾ പറഞ്ഞാലേ ഞാൻ ഇറങ്ങിപ്പോകത്തുള്ളൂ. പുറമേ കാണുന്ന വലിപ്പമൊക്കെ ഉള്ളൂ, അകം. മറ്റുള്ളവരുടെ മുൻപാകെ നമ്മൾ നല്ല വിശ്വാസികളാണ്. പക്ഷേ തമ്പുരാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ നമ്മൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ടോ? പള്ളിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് പള്ളിക്ക് വെളിയിലുള്ള നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷിക്കണം, വേണ്ടേ? പള്ളിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് പള്ളിക്ക് വെളിയിലുള്ള ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നിങ്ങളെ സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി തിരുമേനിയോടും പ്രത്യേകിച്ച് എന്നെ ക്ഷണിച്ച 2 അച്ഛന്മാരോടും ഇവിടെയുള്ള എല്ലച്ചന്മാരോടും ഹൃദയം കൊണ്ട് ക്ഷമ ചോദിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി അരോചകമായിട്ട് കൂടി ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി ഹൃദയപൂർവ്വം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.